തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുഗാന്തുമായി കൊച്ചിയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. സുഗാന്ത് താമസിച്ച നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലെത്തിച്ചാണ് പേട്ട പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. വിവരങ്ങളുമായി സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അക്ഷയ, അല്പസമയം മുമ്പാണ് ഈ കേസിലെ പ്രതി സുഗാന്തുമായി പേട്ട പോലീസ് ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങിയത്. ഈ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തായി തന്നെ സുഗാന്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. യുവതിയെ പ്രതി മാനസികമായും ഒപ്പം തന്നെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു ഈ പോലീസിന്റെ കണ്ടെത്തൽ. മകളുടെ മരണത്തിന് കാരണം സുഗാന്താണെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പോലീസ് എത്തിയത്. ഈ ഏതാനും നാളുകളായി ഈ സ്ഥലത്ത് ഈ അപ്പാർട്ട്മെന്റിൽ ഈ സുഗാന്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. അവിടെ ഈ സുഗാന്ത് താമസിച്ചിരുന്ന മുറിയിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ പരിസരവാസികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ കുടുംബം ആരോപിക്കുന്ന ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അത് സാധൂകരിക്കത്തക്ക രീതിയിലുള്ള വാട്സാപ്പ്, ടെലിഗ്രാം ചാറ്റുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാർച്ച് 24-ലാണ് ഈ IB ഉദ്യോഗസ്ഥയെ തിരുവനന്തപുരത്തെ റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന പ്രതി കഴിഞ്ഞ മാസം കൊച്ചി കമ്മീഷൻ ഓഫീസിലെത്തി കീഴടങ്ങുകയും ചെയ്തു. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയും ചെയ്യും. ഇതിനു മുമ്പായി തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് ഈ നടപടികൾ കൊച്ചിയിൽ പൂർത്തിയാക്കി അന്വേഷണ സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ.